ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുന്നു. 1.5 മണിക്കൂർ പിന്നിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പോലീസ് ആവശ്യപ്പെട്ടതിലും അരമണിക്കൂർ മുൻപാണ് നടൻ സ്റ്റേഷനിലേക്ക് എത്തിയത്. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടാനാണ് നടനെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഈ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 2 മണിക്കൂറോളം ആകുന്നു ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. പോലീസ് ഈ ചോദ്യം ചെയ്യലിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് ഒരു വശത്ത്. മാത്രവുമല്ല, നടനെ കാണാൻ ഹോട്ടലിൽ എത്തിയവരെ അടക്കം കേന്ദ്രീകരിച്ചപ്പോൾ അന്വേഷണങ്ങൾ നടക്കുകയാണ്. മാത്രവുമല്ല, സംശയപരമായ ചില നമ്പറുകൾ കൂടി നടന്റെ ഫോണിൽ നിന്നും അല്ലെങ്കിൽ ആ രേഖകളിൽ നിന്നും കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ലേ? ദേവിക പറഞ്ഞതുപോലെ തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഈ 10 മണി മുതൽ ഈ ഒരു സമയം വരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ പ്രധാനമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് സ്വാഭാവികമായും വലിയ ഒരു സമയം നടനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നു. നിയമോപദേശങ്ങളും എങ്ങനെയെല്ലാമാണ് പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എന്നതടക്കമുള്ള കൃത്യമായ ഒരു പരിശീലനം ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചതിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ ഇന്ന് 10 മണിയോടെ അഭിഭാഷകനൊപ്പം തന്നെ ഹാജരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തങ്ങൾക്ക് ലഭിക്കേണ്ട മറുപടികളിൽ ഉള്ള ചോദ്യങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യൽ 32 ചോദ്യങ്ങൾ ഇത്തരത്തിൽ പോലീസ് തയ്യാറാക്കിയിട്ടാണ് 2 ACPമാർ ഒപ്പം തന്നെ നാർക്കോട്ടിക് ACP അടക്കമുള്ള ആളുകൾ ഈ ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഏത് സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോ ഇത്ര അസാഹസികമായി ആ ഹോട്ടലിൽ നിന്ന് വ്യാഴാഴ്ച രാത്രി കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ചാടി ഓടിപ്പോയത്. കാരണം അവിടെ ഡാൻസർ സംഘം എത്തുമ്പോൾ എന്താണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് മറയ്ക്കാനുണ്ടായിരുന്നത്, എന്ത് ആണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡാൻസർ സംഘത്തിൻ്റെ കൈയോടെ പിടിക്കപ്പെട്ടാൽ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നോ എന്നതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല, മറ്റു ചില ലഹരി ഇടപാടുകാർ ആ ഹോട്ടലിൽ എത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ടീം അവിടെ വന്നത് എന്നതുകൊണ്ട് തന്നെ ആ വന്നിരിക്കുന്ന ലഹരി ഇടപാടുകാരിൽ ആരെങ്കിലും പ്രധാനമായും ഷൈൻ ടോം ചാക്കോയുമായി ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടോ, ഷൈൻ്റെ മുറിയിലേക്ക് എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പോലീസ് വിശദമായി തന്നെ അത്തരം കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉള്ള ഷൈനിൻ്റെ എല്ലാ ഇടപാടുകളെ സംബന്ധിച്ചും വിശദമായി തന്നെയാണ് ഒരു അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നു. ആ ഒരു ദിവസങ്ങളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി കോളുകൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് വിളിക്കുന്ന സ്ഥിരമായി വിളിക്കുന്ന ആളുകൾ, അടുത്ത മറ്റു സുഹൃത്തുക്കൾ എന്നതിനപ്പുറം ഉള്ള കോളുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അതിൽ ലഹരി ഇടപാടുകൾ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യം നോക്കുന്നു. ഒപ്പം തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നത്. കാരണം അതിൽ ചാറ്റുകൾ, വാട്സാപ്പ് ചാറ്റുകൾ അടക്കം ഏറ്റവും പ്രധാനമാണ്. കാരണം ലഹരി ഇടപാടുകൾക്ക് പ്രധാനമായും ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ, ലഹരി ഗ്രൂപ്പുകൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് വാട്സാപ്പ് ചാറ്റുകളെയാണ്. ആ ചാറ്റുകളിലൂടെ വളരെ വിശ്വാസമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ശൃംഖല ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്കാണ് ആവശ്യക്കാരും ഇടനിലക്കാരും വിതരണക്കാരുമെല്ലാം കൃത്യമായി അവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ വിൽപ്പന നടത്തിയിരുന്നത് എന്നതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപാടുകൾ, അതിലൂടെ നടത്തിയിട്ടുള്ള സന്ദേശങ്ങൾ എല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുക, ഉത്തരം തേടുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു പരിശോധനയ്ക്കിടെ, ഡാൻസർ സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടയിൽ ഇറങ്ങി ഓടിയത്, ആ സമയത്ത് ഷൈൻ ടോം ചാക്കോയുടെ കൈവശം ലഹരി വസ്തുക്കൾ, മാരക ലഹരികൾ ഉപയോഗിക്കുന്നതടക്കം ഏതെങ്കിലും ലഹരി വസ്തുക്കൾ കൈവശം ഉണ്ടായിരുന്നോ എന്ന കാര്യം അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദിവസം വിളിച്ചിരുന്ന കോളുകളിൽ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം, അത് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല,
ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന ലഹരി ഇടപാടുകാർ അവർ മറ്റ് മുമ്പ് നടത്തിയിട്ടുള്ള സിനിമാ മേഖലയിൽ നടത്തിയിട്ടുള്ള ലഹരി വിതരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധി കേസുകളിൽ സമീപകാലത്തെ നിരവധി കേസുകളിൽ പിടിയിലായിട്ടുള്ള പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരിൽ ചിലരെങ്കിലും നൽകിയ ഒരു മൊഴിയുണ്ട്. സിനിമാ മേഖലയുമായി തങ്ങൾക്ക് അടുത്ത ബന്ധമാണുള്ളത്, സിനിമാ മേഖലയിലെ നിരവധി ആളുകൾക്ക് ലഹരി വിതരണം ചെയ്തിരുന്നു എന്നത് മാത്രമല്ല, അതിൽ ചില ആളുകളുടെ പേരുകളടക്കം പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ആ പേരുകൾ പൂർണ്ണമായും തന്നെ പുറത്തുവിട്ടിട്ടില്ല. അതെല്ലാം തന്നെ അന്വേഷണ പരിധിയിലുള്ള കാര്യമാണ്. വിശദമായി തന്നെയുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് തന്നെ ആ പേരുകൾ അന്വേഷണ സംഘം പുറത്തുവിട്ടില്ല എങ്കിൽ കൂടി സ്ഥിരമായി ലഹരി ഇടപാടുകളുടെ ഭാഗമാകുന്ന, സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ പലരും ആ പേരുകളിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെ ഈ 32 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു തരത്തിലും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത, അല്ലെങ്കിൽ മറുപടി നൽകാതെ, വ്യക്തമായ മറുപടികൾ നൽകാതെ അന്വേഷണ സംഘത്തെ കുഴയ്ക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളിൽ എല്ലാം കൃത്യമായ ഉത്തരം ലഭിക്കുന്നതോടുകൂടി ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി ഇടപാടുകളിൽ എത്രമാത്രം പങ്കാളിത്തമുണ്ട്, ഏതെല്ലാം ലഹരി ഇടപാടുകളുടെ ഭാഗമായിട്ടുണ്ട്, സിനിമാ സൈറ്റുകളിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നോ, അങ്ങനെ ലഹരി ഉപയോഗിച്ച് അഭിനയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ സിനിമാ സൈറ്റുകളിൽ അടക്കം ഇതിന്റെ നിരന്തരമായ ഉപയോഗം നടത്തിയിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആരാണ് അതിന്റെ വിതരണം നടത്തിയിട്ടുള്ളത്, ആരെല്ലാമാണ് അതിന്റെ ഇടനിലക്കാരായി മാറിയിട്ടുള്ളത്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് തന്നെയാണ് അന്വേഷണ സംഘം മറുപടി തേടുന്നത്, വിശദീകരണം തേടുന്നത് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ ആണ് ഉണ്ടാവുന്നത്. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾക്ക് മാത്രമാണ് മറുപടി പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുക, അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ കൂടി വിവിധ കേസുകൾ വിവിധ സ്റ്റേഷൻ പരിധികളിലാണ്, അത് വിവിധ ACP-മാരുടെ മേൽനോട്ടത്തിലുള്ള കേസുകളാണ്. ആ കേസുകളിൽ ചിലത്, കാരണം നേരത്തെ ശ്രീനാഥ് ബാസിയെ ചോദ്യം ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ACP-യുടെ നേതൃത്വത്തിലാണ് എങ്കിൽ അങ്ങനെ 3 ACP-മാരും നർക്കോട്ടിക്കിന്റെ അടക്കമുള്ള ACP-മാർ വിശദമായി തന്നെ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. കാരണം അവരുടെ എല്ലാം കേസുകളിൽ, മുമ്പ് ഉണ്ടായിട്ടുള്ള ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില പ്രതികൾ ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്നത് നടന്റെ ഗൂഗിൾ പേ അക്കൗണ്ടുകൾ അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും ഫോൺ രേഖകളും എല്ലാം ഇപ്പോൾ അവിടെ പരിശോധിച്ച് വരികയാണല്ലേ? ദേവിക, ഈ പ്രധാനമായും നടത്തുന്നത് ഈ ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടായിരുന്ന ഫോണിലെ, കാരണം അന്വേഷണ സംഘം ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ നോട്ടീസ് നൽകിയപ്പോൾ അതിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ, മറ്റ് ഡിജിറ്റൽ ഡിവൈസുകൾ എന്നിവ ഹാജരാക്കണം ഇവിടെ എന്നത് തന്നെയായിരുന്നു പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാക്കിയിട്ടുണ്ട്. കൈവശം ഉപയോഗിച്ചിരുന്ന ഫോൺ എന്ന് പറഞ്ഞ് ഒരു മൊബൈൽ ഫോൺ നൽകിയിട്ടുണ്ട്. ആ ഫോണിലെ വിവരങ്ങൾ, ആ ഫോണിനകത്ത് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ, ഗൂഗിൾ പേ ഇടപാടുകൾ, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക മാർഗങ്ങൾ, ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആർക്കെല്ലാമാണ് പണം കൈമാറിയിട്ടുള്ളത്, ആ പണം പോയിരിക്കുന്ന വഴികൾ എവിടെയെല്ലാമാണ്, അതിന് ലഹരി ഇടപാടുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് തന്നെയാണ് അന്വേഷണ സംഘം മറുപടി നൽകുന്നത്. അങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഡിജിറ്റൽ ഡിവൈസുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക, ഡിജിറ്റൽ ഡിവൈസുകളിലുള്ള സംശയകരമായ ആളുകളിലേക്ക് അന്വേഷണം എത്തുക, അങ്ങനെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുടെ അത്യാവസാനമുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പ്രധാനമായും കടന്നിരിക്കുന്നു ആ അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായി തന്നെയാണ് ചോദ്യം ചെയ്യലുകൾ. അങ്ങനെയാണ് ചോദ്യാവലി തന്നെ തയ്യാറാക്കിക്കൊണ്ടും ഡിജിറ്റൽ ഡിവൈസുകൾ പരിശോധിച്ചുകൊണ്ടുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായി പ്രാഥമികമായ ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം നടത്തുക. കൈവശമുള്ള ഫോണിലെ വിവരങ്ങൾ, എന്നാൽ അതിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും നശിപ്പിക്കാനോ മാറ്റിയെടുക്കാനോ ഉള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ സൈബർ സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യത്തിലും അവരുടെ കൂടി നേതൃത്വത്തിലുമുള്ള പരിശോധനകൾ അനിവാര്യമാണ് എന്ന കാര്യം കൂടി അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകളുടെ വിശദമായ പരിശോധനകൾ നടക്കും. ഒപ്പം തന്നെ ഗൂഗിൾ പേ അടക്കമുള്ള സംവിധാനങ്ങളിൽ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ പണം കൈമാറി അത് ലഭിച്ച ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. സിനിമാ മേഖലകളിൽ ലഹരി ഇടപാടുകൾ കൂടുതലായി നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ചും
ഒപ്പം തന്നെ ഈ ഒരു പിടിക്കപ്പെടാൻ പോകുന്ന സമയത്ത് കയ്യിൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നോ, അവിടെ നിന്ന് നേരത്തെ വിവരങ്ങൾ നൽകിയത് ആരാണ് എന്നീ കാര്യങ്ങളാണ്. കാരണം വലിയ ഇടപാടുകൾ നടക്കുമ്പോൾ, ലഹരി ഇടപാടുകൾ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ പുറത്തുനിന്നുള്ള അന്വേഷണ സംഘങ്ങൾ, ഡാൻസർ സംഘമോ പോലീസ് സംഘമോ എത്താനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് കൃത്യമായി ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളെ പുറത്തു നിർത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തു നിർത്തിയ ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഷൈൻ ടോം ചാക്കോയുടെ തുടർന്നുള്ള നീക്കങ്ങൾ എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇത്ര സാഹസികമായി മുകളിൽ നിന്ന് ജനൽ വഴി ചാടി താഴത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ചാക്കോയെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ACPമാരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പോലീസ് ആവശ്യപ്പെട്ടതിലും അരമണിക്കൂർ മുൻപ് നടൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നടത്തെ ഗൂഗിൾ പേ അക്കൗണ്ട് അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വാട്സാപ്പ് ചാറ്റുകളും ഫോൺ രേഖകളും എല്ലാം പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇവിടെ സംശയാസ്പദമായി കണ്ടെത്തിയ ചില നമ്പറുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. ജിജീഷ് കരുണാകരനും സുധീഷ് ഗോപാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.